ചെമ്മനീർ പൂവിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു എപ്പിസോഡാണ്. നമ്മുടെ ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ആന്റണി വീട്ടിൽ വന്നും വഴക്കുണ്ടാക്കുന്ന ഒരു രംഗമാണ് ഇന്നത്തേത്. പതിവ് പോലെ രേവതി അടുക്കളയിൽ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി റൂമിൽ നിന്നും ഹാളിലേക്ക് വന്ന സമയത്താണ് സോഫയിൽ ആരോ ഇരിക്കുന്നത് ചന്ദ്രമതി ശ്രദ്ധിക്കുന്നത്. അവിടെ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ? എന്തിനാണ് ആരടുത്തും ചോദിക്കാതെ എൻ്റെ വീട്ടിൻ്റെ ഹാളിൽ നിങ്ങൾ കയറിയിരിക്കുന്നത്? നീ ആരാടാ? എത്ര ധൈര്യമാണോ നിനക്ക് എൻ്റെ വീട്ടിൽ കയറിയിരിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ആൻ്റണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മരുമകളെ കാണാനാണ് വന്നത്. അവൾ എൻ്റെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അതിൻ്റെ പലിശ പോലും ഇപ്പോൾ തരുന്നില്ല. എല്ലാം കൂടെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ആയി കാണും. അപ്പോൾ ആ പൈസ തന്നാൽ ഞാൻ അങ്ങ് പോകാമായിരുന്നു. അല്ലാതെ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ കയറി ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല. ചന്ദ്രമതിക്കാണെങ്കിൽ ആന്റണിയെ നേരിട്ടുള്ള പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഓഹോ, എൻ്റെ മരുമകൾ നിന്റെ കയ്യിൽ പൈസ വാങ്ങിച്ചെന്നോ? അപ്പോൾ അവള് രേവതി തന്നെയായിരിക്കും, അവളായിരിക്കും നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. അല്ലാതെ എൻ്റെ ബാക്കി 2 മരുമക്കൾക്ക് അങ്ങനെ കടം വാങ്ങിച്ചോ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടോ ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല. ഒരാളുടെ അച്ഛൻ മലേഷ്യയിലും മറ്റൊരാളുടെ അച്ഛൻ ബിസിനസ് നടത്തുന്ന ആളാണ്. 2 പേർക്കും ഒരു മോളേ ഉള്ളൂ. 2 പേരും കോടീശ്വരമാണ്. എല്ലാ സ്വത്തിൻ്റെ അവകാശികളും എൻ്റെ 2 മരുമക്കൾ തന്നെയാണ്. ഞാൻ കണ്ടുപിടിച്ചത് തന്നെയാണ് എൻ്റെ 2 മരുമക്കളെ. അങ്ങനെ 2 മരുമക്കളെയും വാനോളം പുകഴ്ത്തുന്നുണ്ട് ചന്ദ്രമതി. ഇവൻ മറ്റാരെയും തേടിയല്ല, നിങ്ങൾ ഒരുത്തി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടല്ലോ, ആ പൂക്കാരി, അവള് തേടിയാണ് ഇവൻ വന്നത്, ആ രേവതിയെ. അവൾ ഇവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന്, അതിന് തിരിച്ചു വാങ്ങിക്കാനാണ് അവൻ ഇവിടെ വന്നത്. കണ്ട ഗുണ്ടകളെയെല്ലാം വീട്ടിൽ കയറ്റി ഇറക്കുന്നത് നിങ്ങളല്ലേ ഈ പൂക്കാരിയെ ഈ വീട്ടിൽ കൊണ്ടുവന്നത്. ഗതികെട്ടവൾ, ഈ പൂക്കാരി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ എന്തെല്ലാം അനിഷ്ടങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നത്. ഏതോ ഒരുത്തൻ നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടി ചാത്തതിന് അവളെ ഈ വീട്ടിൽ കെട്ടിയെടുക്കണമായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രവീന്ദ്രനോട് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്റെ വായൊന്ന് അടയ്ക്കുന്നുണ്ടോ? എൻ്റെ രേവതി മോള് ഒരിക്കലും അങ്ങനെ കടം വാങ്ങിക്കില്ല. അവൾ കടം വാങ്ങിച്ചാൽ തന്നെ അതെന്തെങ്കിലും നല്ലൊരു ഉദ്ദേശത്തിന് തന്നെയായിരിക്കും. അതവൾ സച്ചിയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലാതെ നീ കാര്യമറിയാതെ ഇവിടെ കിടന്ന് ചാടാതെ ചന്ദ്രൻ. അങ്ങനെ ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും വഴക്ക് കേട്ടിട്ട് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് വരികയാണ്. വന്ന സമയത്താണ് ആൻ്റണിയെ രേവതി കാണുന്നത്. ആൻ്റണി ഹാളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് രേവതി ദേഷ്യത്തോടെ വന്ന് ചോദിക്കുകയാണ്, എന്താടാ നിനക്കിവിടെ കാര്യം? നീ എന്തിനാടാ ഇവിടെ വന്നത്? ഇവിടെയും നീ അടിയുണ്ടാക്കാനായിട്ട് വന്നതാണോ? അപ്പോൾ നമ്മുടെ ആൻ്റണി രേവതിയോട് പറയുകയാണ്, അയ്യോ രേവതി ചേച്ചി, ഞാൻ വന്നത് ഇവിടെ അടിയുണ്ടാക്കാനോ വഴക്കിനോ ഒന്നുമല്ല. ഞാൻ കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഓഹോ, നിനക്ക് ഇത്രയും സൗമ്യമായിട്ട് സംസാരിക്കാനൊക്കെ അറിയാമല്ലോടാ. നീ എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടാണല്ലോ നീ സംസാരിച്ചത്. എന്നിട്ട് നീ ഇപ്പോൾ അവളോട് സംസാരിക്കുന്നത് ഇത്ര പാവമായിട്ടാണോ? അപ്പോൾ നിനക്കിവളെ നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അപ്പോൾ രേവതിയോടും ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്, നിനക്ക് ഇവനുമായിട്ട് എന്താടി ഇത്ര കണക്ഷൻ? നിന്നെ അന്വേഷിച്ചാണോ ഇവൻ ഇവിടെ വന്നത്? നീ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? നീ അല്ലെങ്കിലും പെരുങ്കള്ളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് രേവതി ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അമ്മ എന്തെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് അമ്മ കണ്ടോ? എന്തിനാ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? എനിക്കിവനെ അറിയാം. അത് സച്ചിയേട്ടനെ ഇവൻ ഒരുപാട് തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. ഇവൻ മഹാ ഒരു ചെറ്റയാണ്. അന്ന് സച്ചിയേട്ടൻ ബാറിൽ പോയി കുടിച്ചെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇവനാണ്. ആ സമയത്ത് രവീന്ദ്രനാണെങ്കിലും നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അന്ന് നമ്മുടെ സച്ചിയേട്ടൻ എന്തുമാത്രം വിഷമിച്ചെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഈ ആൻ്റണി അന്ന് ജയിലിൽ കിടന്ന സമയത്ത് സച്ചിയേട്ടൻ അവനിട്ട് നല്ലതുപോലെ 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യം തീർക്കാനാണോ ആൻ്റണി നീ ഇപ്പോൾ ഇവിടെ വന്നത്? എങ്കിൽ നീ സച്ചിയേട്ടൻ കാണുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിന്നെ വീണ്ടും സച്ചിയേട്ടൻ അടിച്ച് പഞ്ഞിക്കിടും എന്ന് രേവതി പറയുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ആൻ്റണി പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചി, എൻ്റെ കയ്യിൽ നിന്നും ഇവിടുത്തെ മരുമകള് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. നീയല്ലേ പറഞ്ഞത് ഇവളാണ് നിന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ കടം വാങ്ങിച്ചതെന്ന്? ആ സമയത്ത് രേവതി ആൻ്റണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ചെന്നോ? നീ എന്താടാ പറയുന്നത്? അപ്പോൾ ആൻ്റണി പറയുകയാണ്, അയ്യോ രേവതി ചേച്ചി, ചേച്ചി കടം വാങ്ങിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ആൻറ്റിയോട് ഞാൻ അങ്ങനെയാണോ ആൻറ്റി പറഞ്ഞത്? നിങ്ങളുടെ മരുമകളെ കടം വാങ്ങിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ രേവതി ചേച്ചി കടം വാങ്ങിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. രേവതി അല്ലെങ്കിൽ പിന്നെ ഇത് ആരാണ് കടം വാങ്ങിച്ചതെന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടുത്തെ വഴക്ക് കേട്ടിട്ട് ശ്രുതിയും ഒക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ശ്രുതിയാണെങ്കിൽ ആദ്യം ആൻ്റണിയെ കണ്ടപ്പോൾ ഇങ്ങനെ പകച്ച് ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും, എന്തിനാണ് ഇവൻ വന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് കേൾക്കുന്നുണ്ട്, ശ്രുതി നീയാണോ ഇവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങിച്ചത്? അങ്ങനെയാണല്ലോ ഇവൻ പറയുന്നത്. അപ്പോൾ ശ്രുതി അങ്ങ് അമ്പരന്നിങ്ങനെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അത് ആൻറ്റി ഞാനല്ല വാങ്ങിയത്, അത് എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ആൻറ്റി മീര, അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങിക്കാൻ പോയതാണ്. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല, ഞാൻ അവളുടെ കൂടെ പോയിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി അകത്തോട്ട് കയറി വരുന്നുണ്ട്. സച്ചിയെ കണ്ട സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്? നിനക്കെന്താടാ ഇവിടെ കാര്യം? നീ എൻ്റെ വീട്ടിൻ്റെ പടി എന്തിനാടാ ചവിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഓടി വന്ന് നമ്മുടെ ആൻ്റണിയുടെ കോളറിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ആൻ്റണി പറയുന്നുണ്ട്, സച്ചി നീ കോളറിൽ നിന്ന് വിട്ടേ, ഞാൻ വന്നത് നിന്നോട് വഴക്കുണ്ടാക്കാനല്ല. എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ ഇവിടെ നിങ്ങളുടെ ഏട്ടത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ കയ്യിൽ നിന്നും തിരിച്ച് പൈസ വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ കയ്യിൽ നിന്നും അന്ന് അവൾ 3 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ എല്ലാ പലിശയും കൂടെ കൂട്ടി 5 ലക്ഷം രൂപയാവും. അന്ന് അവൾ വാങ്ങിച്ചുകൊണ്ട് പോയതല്ലാതെ അതിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും എനിക്ക് പലിശ ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്, ഈ പാർലർ ഏട്ടത്തി നിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്നോ? അപ്പോൾ മലേഷ്യയിൽ നിന്നൊന്നും പൈസയൊന്നും വരുന്നില്ലേ പാർലർ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് സച്ചി ശ്രുതിയെ കളിയാക്കിയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കുക സച്ചി ഏട്ടാ. ആ സമയത്ത് ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഈ ആൻ്റണി പറയുന്ന എല്ലാം സത്യമാണോ? നീ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? മീരയ്ക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാ അവൻ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? നിനക്കൊന്നും പറയാനില്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഓരോ കള്ളങ്ങളായിട്ട് പുറത്തു വരട്ടെ, നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങൾ നിങ്ങളുടെ 2 മരുമക്കളെ അങ്ങ് തലയിലല്ലേ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത്. ആദ്യമേ ഇവളെയൊക്കെ അങ്ങ് തലയിൽ കയറ്റി വെച്ച് നിങ്ങൾ കുറേയൊക്കെ അങ്ങ് കൊഞ്ചിച്ചു. ഇനി നിങ്ങൾ വേണം അനുഭവിക്കാൻ. ഇവളെ എനിക്ക് ആദ്യമേ അറിയാം, ഇവള് മഹാറൗഡിയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്കൊന്നും പറയാൻ പറ്റാതെ തല കുനിച്ച് അങ്ങ് നിൽക്കുകയാണ്. ചന്ദ്രമതിയാണെങ്കിലും ശ്രുതിയോട് പറയുകയാണ്, ശ്രുതി നീ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ എന്തിനാ ശ്രുതി നിൽക്കുന്നത്? ആ സമയത്ത് ശ്രുതി പറയുകയാണ്, ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ മീരയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത്, അല്ലാതെ എൻ്റെ ആവശ്യത്തിനൊന്നും അല്ല. എന്നിട്ട് ശ്രുതി ആൻ്റണിയുടെ പുറത്ത് പോകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആൻ്റണി അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. ശ്രുതി എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ശ്രുതിയുടെ പൈസ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും കുറച്ച് പൈസ ഇങ്ങനെ കടം വാങ്ങിക്കാം. അപ്പോൾ ശ്രുതിയോട് പറയുകയാണ്, ശ്രുതി ഇപ്പോൾ ഇനി എന്തായാലും ഇവൻ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീര കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കാം. മീരയ്ക്ക് പൈസ കിട്ടുന്ന സമയത്ത് നമുക്കതിനെ ഇങ്ങ് വാങ്ങാം. എന്തായാലും ശ്രുതി ഒരു 3 ലക്ഷം രൂപ താ, അങ്ങനെ ഇവനെ നമുക്ക് പറഞ്ഞു വിടാം. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി നീ കാണിക്കുന്നത്? മീരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കണമെന്നോ? നീ എന്തൊക്കെ മണ്ടത്തനോ ആ ശ്രുതി കാണിച്ചു കൂട്ടുന്നത്? നിൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ്, എന്നാലും അവൾക്ക് വേണ്ടി എന്തിനാ നീ കാശ് കളയുന്നത്? എന്നിട്ട് വീണ്ടും നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അതോ നിനക്ക് വേണ്ടിയിട്ടാണോ ഈ പൈസ? നീയാണോ അവൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിച്ചത്? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൈസ തരുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണോ ശ്രുതി? എന്നോട് കള്ളം മറച്ചു വയ്ക്കുന്നതാണോ? നിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കള്ളത്തനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ശ്രുതി, മീരയ്ക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിച്ചത്, അല്ലാതെ ഞാൻ എന്തിനാവശ്യത്തിനാണ് വാങ്ങിക്കുന്നത്? എനിക്ക് ആവശ്യത്തിനുള്ള പൈസ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ പുറത്ത് ആൻ്റണിയുടെ കൂടെ നമ്മുടെ രേവതിയുടെ അനിയനും കൂടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ചന്ദ്രമതി രേവതിയെ തകർത്തടിക്കുന്ന കണ്ടിട്ട് ശരത്ത് അകത്തോട്ട് കയറി വരികയാണ്. എന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ രേവതി ചേച്ചി എന്താവശ്യത്തിനാണ് നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെടുന്നത്? എൻ്റെ രേവതി ചേച്ചി പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടാണോ? ബാക്കി നിങ്ങളുടെ 2 മരുമക്കളെയും നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് സച്ചി ദേഷ്യപ്പെടുകയാണ് ശരത്തിനോട്. പൊതുവേ ഇപ്പോൾ ശരത്തും സച്ചിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലൊന്നും അല്ലല്ലോ. സച്ചി ചോദിക്കുന്നുണ്ട്, നീ വായടക്കിടാ, നീ എൻ്റെ അമ്മയോട് ചൂടാകാൻ നീ അത്ര വലിയ നല്ല പുള്ളിയാണോ? നീ ഈ കാണിക്കുന്നതെല്ലാം ഞാൻ പുറത്തെല്ലാവരോടും പറയട്ടെ, എങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അതുകൊണ്ട് നീ വലിയ നല്ലവനൊന്നും ആവണ്ട, നീ വായടയ്ക്ക്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരത്തെ
ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിനക്ക് നല്ലതല്ല എന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞു ഇവനുമായിട്ട് നീ കൂട്ടുകൂടരുത്, ഇവൻ നിന്നെ നശിപ്പിക്കുക എന്നുള്ള കാര്യം. എത്ര കഷ്ടപ്പെട്ടിട്ടാ ശരത്തെ അമ്മ നിന്നെ പഠിപ്പിക്കുന്നത്. അമ്മ രാവിലെ പൂകെട്ടാൻ പോകുന്നതാ, വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പൂകെട്ടിയിട്ടാ നിന്നെ പഠിപ്പിക്കുന്നത് തന്നെ. എന്നിട്ട് നീ അമ്മയോട് നിനക്ക് ഒരു തരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവൻ്റെ കൂടെ നടക്കുമായിരുന്നു. എത്രയോ തവണ ഞാനും സച്ചിയേട്ടനും അമ്മയും എല്ലാം നിന്നോട് പറഞ്ഞു, നീ ഇവൻ്റെ കൂടെ കൂടരുത്, നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, നിനക്കൊരു ജോലി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ കുടുംബം ഇനിയെങ്കിലും നല്ലതായിട്ട് പോവുകയുള്ളൂ. അമ്മയ്ക്ക് നീ എപ്പോഴും നിന്നെ നോക്കാനോ ജോലിക്ക് പോകാനോ പറ്റുമോ ശരത്തെ? നീ ജോലിക്ക് കൊണ്ടുപോയിട്ട് വേണ്ടേ അമ്മയെ ഇനി സംരക്ഷിക്കാനായിട്ട്? അങ്ങനെയൊക്കെ രേവതി നമ്മുടെ ശരത്തിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, പാലറട്ടത്തിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? പാലറട്ടത്തി ആകപ്പാടെ ഒരു പെരുങ്കള്ളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇതിനൊന്നും കൊടുക്കാനായിട്ട് ഒരു ഉത്തരം പോലും ഇല്ലാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളിലും ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നതും ആദ്യം ശ്രുതിയുടെ മകനാണെന്ന് തിരിച്ചറിയിപ്പിക്കുന്നതുമായ എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.